2025-26 അധ്യയന വർഷത്തിലെ തളിപ്പറമ്പ് കോംപ്ലക്സ് സർഗസംഘത്തിലെ ഡേ 1 അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ പരിപാടിയുടെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ വേണ്ടി നമുക്ക് ഓരോ വിദ്യാർത്ഥികളുടെ അടുത്തും ഉസ്താദുമാരുടെ അടുത്തും ജഡ്ജിമാരുടെ അടുത്തൊക്കെ നമുക്ക് പോകാം. പേരെന്താണ്? അബ്ദുള്ള. ഏതാ മദ്രസ? കുറുമാത്തൂർ മദ്രസ. ഏത് കാറ്റഗറിയിലാ? ജൂനിയർ. ഏത് പരിപാടിക്കാണ് വന്നത്? ഹിഫ്ലും ഖുറാനും. ഹിഫ്ലും ഖുറാനോ? റിസൾട്ട് വന്നോ? ഹിഫ്ലിന് ഫസ്റ്റ്. ഹിഫ്ലിന് ഫസ്റ്റ് കിട്ടി, മാഷാ അല്ലാ. പിന്നെ ഖുറാനോ? ഖുറാൻ റിസൾട്ട് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ കുറുമാത്തൂരിലെ ഒരു കലാപ്രതിഭയാണ് നമ്മൾ പേരും ഒത്തുചേർന്നിട്ടുള്ളത്. ഈ പരിപാടിയിലെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ തളിപ്പറമ്പ് മണ്ഡലത്തിലെ ട്രഷററായ അമീഖ് ഉസ്താദാണ് നമ്മളൊപ്പം ചേരുന്നത്. പരിപാടിയെക്കുറിച്ച് അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? നല്ല അൽഹംദുലില്ലാ, മൊത്തത്തിൽ ഉഷാറായിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നാണ് മനസ്സിലാക്കിയത്. ഏകദേശം റിസൾട്ടുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അധിക കുട്ടികളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിസൾട്ട് അവർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബറക്കല്ലാഹു ഫീക്. അമീഖ് ഉസ്താദിൻ്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ഇപ്പോൾ 7 മദ്രസകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വിദ്യാർത്ഥികളോട് നമുക്ക് ഈ പരിപാടിയെ കുറിച്ചൊരു അഭിപ്രായം ചോദിക്കാം. പേരെന്താ? ആദി. ഏത് കാറ്റഗറിയാണ്, ഏത് മത്സരത്തിനാണ് പങ്കെടുത്തത്? ജൂനിയർ ഹിഫ്ല് അല്ല ഖുറാൻ പാരായണം. ഖുറാൻ പാരായണത്തിന് പങ്കെടുത്തത്. റിസൾട്ട് എത്തിയോ? ഇല്ല. റിസൾട്ട് പറഞ്ഞിട്ടില്ല. ഏത് മദ്രസ? തളിപ്പറമ്പ്. പ്രതീക്ഷ ഉണ്ടോ കിട്ടുമെന്ന്? ടഫായിരുന്നോ മത്സരം? പരിപാടിനെ കുറിച്ചിട്ട് ഇനി നമുക്ക് ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. നമുക്ക് കുറച്ച് വിദ്യാർത്ഥികളോടൊക്കെ അഭിപ്രായം ചോദിക്കാം. പേരെന്താ? നാസി. ഏതാ മദ്രസ? തളിപ്പറമ്പ്. ഏതാ കാറ്റഗറി, ഏത് ഇനത്തിനാണ് മത്സരിച്ചത്? ജൂനിയർ പതപ്പായിട്ട് 17 കേസ്. ഓക്കെ, മൂന്ന് മത്സരങ്ങളിൽ പങ്കെടുത്ത ഒരു കലാപ്രതിമയാണ് നമ്മൾ പേരുള്ളത്. റിസൾട്ട് വന്നോ? എത്ര പേരുടെ റിസൾട്ട് വന്ന്? 2 ക്വിസിന് എത്ര സ്ഥാനമാണ്? ഫസ്റ്റ്. ക്വിസിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പതപ്പായിട്ടിനോ? ഫസ്റ്റ്. പതപ്പായിട്ടിനും ഫസ്റ്റ്. പതകേലിൻ്റെ റിസൾട്ട് വരാനുണ്ട്. പ്രതീക്ഷ ഉണ്ടോ കിട്ടുമെന്ന്? തളിപ്പറമ്പ് മദ്രസയുടെ ഒരു കണ്ണിലുണ്ണിയായ കലാപ്രതിഭയാണ് നമ്മൾ പരം ചേർന്നത്. ഇനിയും ധാരാളം വിദ്യാർത്ഥികളുണ്ട്. പരിപാടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവരോട് ചോദിക്കാം. നമ്മൾ പരം കുറുമാത്തൂർ മദ്രസയിലെ പ്രിൻസിപ്പളാണുള്ളത്, മുജീബ് സാറ്. പരിപാടിയെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? പരിപാടി നല്ല പരിപാടിയായിരുന്നു. അപ്പം ഓഫ് സ്റ്റേജിൽ നല്ല രീതിയിലുള്ള മത്സരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരു സ്റ്റേജ് ഡ്യൂട്ടിയും കൂടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വർഷം കഴിയുന്നതിനുള്ള പ്രകടനങ്ങൾ, പ്രത്യേകിച്ച് കാലിഗ്രാഫിയൊക്കെ വളരെ ഗംഭീരമായ രീതിയിലുള്ള പ്രകടനമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പൊതുവെ എല്ലാ പരിപാടികളും വളരെ മികച്ചതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സാറ് വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം. നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. എല്ലാ വേദികളിലും കുട്ടികൾ അവരുടെ പരമാവധി അവർ പരിശ്രമിച്ചിട്ടാണ് തന്നെയാണ് മത്സരിക്കുന്നത്. നമ്മൾപ്പരം തളിപ്പറമ്പ് മദ്രസ അധ്യാപകനായ ഇജാസ് ഉസ്താദാണ് നമ്മൾപ്പേരുള്ളത്. പരിപാടിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? പരിപാടി മാഷാഅല്ലാ വളരെ ഗജഗംഭീരമായിരുന്നു. നമുക്ക് സ്റ്റേജ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു 4ാമത്തെ സ്റ്റേജിൽ. അപ്പോൾ അവിടെ മെയിനായിട്ട് പതപ്പായിട്ടൊക്കെയാണ് ഉണ്ടായത്. അതിൽ ഓരോ കുട്ടികളെ കാണുമ്പോഴും നമ്മളെ മനസ്സ് നിറയാണ്. ഓരോരുത്തർ അത്രയും പ്രയത്നിച്ച് വന്നിട്ടുണ്ട്. മാത്രമല്ല ഭയങ്കര ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ നെഞ്ചെടുപ്പും കൂടും. എന്തായാലും മാഷാഅല്ലാ, എന്തായാലും മൊത്തത്തിൽ നമ്മളെ മനസ്സും നിറഞ്ഞു. അതുപോലെ തന്നെ പരിപാടിയും അൽഹംദുലില്ലാ ഓഫ് സ്റ്റേജ് മത്സരങ്ങളൊക്കെ വളരെ ഗംഭീരമായി തന്നെ അവസാനിച്ചിട്ടുണ്ട്. കുറച്ച് സമയം ലേറ്റായി പോയി, നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും വൈകിപ്പോയെങ്കിലും അൽഹംദുലില്ലാ മൊത്തത്തിൽ റാഹത്തായി. നമുക്കൊരു ധാരാളം വിദ്യാർത്ഥികളുണ്ട് മത്സരത്തിൽ വന്ന. നമുക്ക് അവരോട് കൂടുതൽ വിവരണങ്ങൾ ചോദിക്കാം. പേരെന്താ? ഏത് കാറ്റഗറി, ഏത് മത്സരത്തിനാണ് വന്നത്? സീനിയർ. ഹിഫ്ലിന് റിസൾട്ട് വന്നോ? റിസൾട്ട് എത്ര? തേർഡ്. എ ഗ്രേഡാ? കുറുമാത്തൂർ ഹിഫ്ലിന് വന്നതാണ്. വേറൊരു വിദ്യാർത്ഥി, എല്ലാവർക്കും കണ്ടു പരിചയമുള്ള ഒരു വിദ്യാർത്ഥിയായിരിക്കും. പേരെന്താണ്? ഷാദുർ റഹ്മാൻ എന്നാണ് പേര്. ഏതാ മദ്രസ? കുറുമാത്തൂർ. ഏത് കാറ്റഗറി, ഏത് ഇനത്തിനാണ് വന്നത്? സീനിയറിലുണ്ട് 3 ഐറ്റം. പതപ്പായിട്ട്, ഗാനരചന, പിന്നെ 3 പരിപാടികൾ ഇനങ്ങളിൽ
പങ്കെടുത്ത ഒരു കലാപ്രതിമയാണ്. ഓക്കെ, മൂന്നെണ്ണത്തിന് റിസൾട്ട് വന്നോ? രണ്ടെണ്ണത്തിന് വന്നിന്, പതപ്പായിട്ടും കിസില് സെക്കൻഡ്. രണ്ട് പരിപാടിക്ക് റിസൾട്ട് വന്നു. രണ്ട് പരിപാടിക്കും സെക്കൻഡാണ്. കുർമാത്തൂരുടെ കണ്ണിലുണ്ണിയായിക്കൊണ്ട് സ്റ്റാർ ആയിക്കൊണ്ട് ഷാദുർ റഹ്മാനാണ്. ഇനി ധാരാളം വിദ്യാർത്ഥികളോട് നമുക്ക് വിവരണങ്ങൾ ചോദിക്കാം. താൽപ്പർ മദ്രസ എന്ന ഒരു കലാപ്രതിമയുടെ കൂടെയാണ് നമ്മളുള്ളത്. പേരെന്താണ്? അക്മൽ, മുഹമ്മദ് അക്മൽ. മുഹമ്മദ് അക്മൽ ആണ്. ഏത് ഇനത്തിലാണ് താങ്കൾ പങ്കെടുത്തത്? സീനിയർ വിഭാഗം അറബിക് കാലിഗ്രഫിയിലാണ് പങ്കെടുത്തിട്ടുള്ളത്. മത്സരം എങ്ങനെയുണ്ടായിരുന്നു? മത്സരം വളരെ ടഫ് എന്ന് പറയാൻ പറ്റൂല. ഗേൾസും ബോയ്സും മിക്സാണ് ഉണ്ടായത്, അതുകൊണ്ട് ഗേൾസിനാണ് പോയിന്റ് പോയത്. ഈ പരിപാടിയിൽ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം പേരുണ്ട്. അവരെ പേരെ നമുക്കൊന്ന് ചേരാം. പരിപാടിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരോട് പരിപാടിയുടെ കൂടുതൽ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം. നമ്മുടെ പേര് ഒരു ഉസ്താദുണ്ട്. ഉസ്താദിന് എന്തൊക്കെയാണ് പരിപാടിയെ കുറിച്ച് പറയാനുള്ളത്? പരിപാടി അൽഹംദുലില്ലാ വളരെ ഉഷാറായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. പ്ലാൻ ചെയ്ത പോലെ വളരെ ഭംഗിയായി സംഘാടകർക്ക് പ്രോഗ്രാം നടത്താൻ സാധിച്ചു അൽഹംദുലില്ലാ. ജഡ്ജിമാർ വന്നവരൊക്കെ വളരെ സൗഹൃദപരമായിട്ട് പെരുമാറുകയും വളരെ നല്ല രൂപത്തിൽ തന്നെ പ്രോഗ്രാം കൊണ്ടുപോകാൻ അതുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസ നേരുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി വളരെ ഉഷാറായി സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യം നമുക്ക് സലാം മാസ്റ്ററാണുള്ളത്. സലാം സാറിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? അൽഹംദുലില്ലാ, നമ്മുടെ ഒന്നാം ദിവസത്തെ സർഗോത്സവ മത്സരങ്ങളൊക്കെ ഭംഗിയായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് റിസൾട്ടൊക്കെ പൂർത്തിയാവും. ഈ വർഷത്തെ സ്റ്റേജ് മത്സരങ്ങൾ അടുത്ത ശനിയാഴ്ച 1-ാം തീയതിയാണ് നടക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് വളരെ ഗംഭീരമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും സംഘാടനവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ മത്സരത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്കും അതുപോലെ തന്നെ സംഘാടകർക്കും അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കൊക്കെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. അതിന് മുന്നേ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇതിനു വേണ്ടി മെനക്കെട്ട ഇബ്രാഹിം ഉസ്താദിൻ്റെ പേരാണ് നമ്മൾ ചേരുന്നത്. ഇബ്രാഹിം ഉസ്താദ് എന്തൊക്കെയാണ് പരിപാടിനെ കുറിച്ച് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മളറിയാം നമ്മൾ കോൺഗ്രസ് മത്സരം 2 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ ദിവസം ഇന്ന് ഇൻഷാ അല്ലാഹ് 12 മണിയോടുകൂടി പൂർത്തിയായിട്ടുണ്ട്. ഏതായിരുന്നാലും നല്ല രൂപത്തിൽ തന്നെ നമുക്ക് പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വരുന്നത് അടുത്ത 1-ാം തീയതി സ്റ്റേജ് മത്സരമാണ്. അതിൻ്റെ പ്രവർത്തനമായിട്ടാണ് ഇനി മുന്നോട്ട് പോകുന്നത്. ഇതിന് സഹകരിച്ചിട്ടുള്ള നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള മദ്രസ അധ്യാപകർ അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇനിയും അടുത്ത ആ ഒരു 1-ാം തീയതി പ്രോഗ്രാമിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം കൂടി അറിയിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ പരിപാടിക്ക് പിന്നിൽ പ്രവർത്തിച്ച വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ് കൺവീനറായിട്ടുള്ള സലാം സാറാണ് നമ്മുടെ പേരുമുള്ളത്. സലാം സാറിന് പരിപാടിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്? അൽഹംദുലില്ലാ, നമ്മുടെ തളിപ്പറമ്പ് മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ സർഗവസന്തത്തിൽ 2 ദിവസങ്ങളിലാണ് സർഗവസന്തം മാറ്റുരക്കുന്നത്. അതിലിന്ന് ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വലിയ പ്രയാസമൊന്നും കൂടാതെ തന്നെ നമുക്ക് 12 മണിയോടുകൂടി മത്സരങ്ങൾ ഏകദേശം തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി സ്റ്റേജ് മത്സരങ്ങളാണ് നമുക്ക് നവംബർ 1-ാം തീയതി നടക്കാനുള്ളത്. ഇന്നത്തെ മത്സരങ്ങളുടെ ഏറെക്കുറെ റിസൾട്ടുകളും വന്നു കഴിഞ്ഞു. ഓരോ മദ്രസകളും അവർക്ക് കഴിയുന്ന പരമാവധി അവർ കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ട് നല്ല ഒരു മത്സരം മാറ്റി ഒരുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ മത്സരങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നല്ല വിദ്യാർത്ഥികൾ, കഴിവുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുത്തിട്ടുള്ളത് എന്ന് അവരുടെ ഓരോ പ്രോഗ്രാമും കാണുമ്പോഴും വിലയിരുത്തുമ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും മദ്രസയിലുള്ള ഓരോ വിദ്യാർത്ഥികളും വിജയിക്കുന്നതിലുപരി നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് നല്ല വിദ്യാർത്ഥികളെ നമുക്ക് ജില്ലാ തലത്തിൽ മത്സരിപ്പിക്കാനും നമ്മുടെ മണ്ഡലത്തിന് തന്നെ നമുക്ക് സ്റ്റേറ്റ് തലത്തിലും ഫസ്റ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. മണ്ഡലത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും, എല്ലാ മദ്രസയിലുള്ളവരും മദ്രസൻ്റെ റിസൾട്ട് പോലെ തന്നെ കാണണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. വളരെ നല്ല വാക്കുകളാണ് നമ്മൾ എല്ലാവരുടെ അടുത്തും നിന്ന് കേട്ടിട്ടുള്ളത്. ഇനി അടുത്ത ആഴ്ച നവംബർ 1-ാം തീയതിയാണ് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുന്നത്.
നമ്മുടെ പരിപാടിക്ക് ജഡ്ജിങ്ങിന് വന്ന ഒരാളാണ് നമ്മൾ ചേരാൻ പോകുന്നത്. അദ്ദേഹത്തോട് നമുക്ക് പരിപാടിനെ കുറിച്ചുള്ള കുറച്ച് അഭിപ്രായങ്ങൾ ചോദിക്കാം. പരിപാടിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? വളരെ നല്ല പരിപാടിയായിരുന്നു. എന്നെ അതിശയിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ പൊതുധാരയിലില്ലാത്ത രീതിയിലുള്ള പുതിയ ഇനം മത്സരങ്ങൾ പോലും ഇതിൽ ഉൾപ്പെടുത്തി കണ്ടു. വീഡിയോ നിർമ്മാണം, അതുപോലെ തന്നെ വോയിസ് ഓവർ നൽകുക എന്നുള്ളത് തുടങ്ങിയിട്ടുള്ളത്. അതും പ്രൊഫഷണൽ ചെയ്യുന്നത് പോലെ വളരെ നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി. നമുക്ക് ജഡ്ജിൽ നിന്ന് വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം, അത്രക്കും വ്യത്യസ്ത തരത്തിലുള്ള പരിപാടികളാണ് ഇവിടെ നടന്നത്. എല്ലാവരും പ്രൊഫഷണലിസം കാത്തിട്ട് തന്നെയാണ് എല്ലാ പരിപാടികളും അവതരിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരണങ്ങൾ പറയും. നമ്മളിപ്പോൾ ഒരു വിദ്യാർത്ഥി ചേർന്നുണ്ട്. പേരെന്താണ്? റഫാഹ്. റഫാഹ്. ഏത് മദർസ? ചങ്ങായി മദർസയിൽ വരുന്നത്. ഏത് കാറ്റഗറി, ഏത് ഇനത്തിനാണ് വന്നത്? സീനിയർ. ഏത് പരിപാടിക്കാൻ മത്സരിക്കാൻ വന്ന? പദപ്പയറ്റ്, ക്വിസ്, ഗാനരചന. 3 പരിപാടിക്ക് മത്സരിക്കാൻ എത്തിയ ഒരു കലാപ്രതിമയാണ് നമുക്ക് മുമ്പിൽ ഉള്ളത്. 2025-26 അധ്യയന വർഷത്തിലെ തളിപ്പറമ്പ് കോംപ്ലക്സ് സർഗവസന്തത്തിലെ 1ാമത്തെ ദിനം അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത ആഴ്ച നവംബർ 1-ാം തീയതി ശനിയാഴ്ചയാണ് ഓൺ സ്റ്റേജ് മത്സരം. സർഗവസന്തം കോംപ്ലക്സ് തളിപ്പറമ്പ് കോംപ്ലക്സ് Day 2. അന്ന് കൂടുതൽ വിശേഷങ്ങളുമായി വരാം.